എല്ലാ വർഷവും ഫെബ്രുവരി 1-ന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. സാധനങ്ങളുടെ വില, ശമ്പളം, നികുതി, പെൻഷൻ എന്നിങ്ങനെ ജനങ്ങളുടെ ദിനചര്യയെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങളാണ് ബജറ്റിലൂടെ ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത്. നികുതി ഘടന, ഫണ്ട് വിനിയോഗം, വാർഷിക സാമ്പത്തിക അവലോകനം തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി മാറുന്നു. കേന്ദ്ര ബജറ്റ് ഒരു സർക്കാർ അക്കൗണ്ട് രേഖ മാത്രമല്ല. സാധാരണക്കാർ എത്ര സമ്പാദിക്കുന്നു, എത്ര ലാഭിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നിങ്ങനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു നിർണായക നയരേഖയാണ്. ശമ്പളക്കാർ, ചെറുകിട സംരംഭകർ, കുടുംബങ്ങൾ തുടങ്ങി കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ബജറ്റ് പ്രഖ്യാപനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചെറിയ നയമാറ്റങ്ങൾ പോലും അവരുടെ ദിവസേനയുള്ള ചെലവുകളിലും ദീർഘകാല സാമ്പത്തിക സുരക്ഷയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കും. ബജറ്റുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന വിഷയം ആദായ നികുതിയാണെന്ന് പറയാം. നികുതി സ്ലാബുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കിഴിവുകൾ, ഇളവുകൾ എന്നിവ തൊഴിൽ ചെയ്യുന്നവരുടെ കൈവശം വരുന്ന ശമ്പളത്തെ നേരിട്ട് ബാധിക്കുന്നു. വാർഷിക വരുമാനം വ്യത്യസ്ത നികുതി വിഭാഗങ്ങളിലായി തിരിക്കുന്നതോടൊപ്പം ചില വിഭാഗങ്ങൾക്ക് ഇളവുകൾ നൽകുന്ന നയങ്ങളും സർക്കാർ രൂപപ്പെടുത്താറുണ്ട്. നികുതി കുറയ്ക്കുകയോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ ശമ്പളക്കാർക്ക് കൂടുതൽ അറ്റാദായം ലഭിക്കും. എന്നാൽ പുതിയ സെസ് അല്ലെങ്കിൽ സർചാർജ് ഏർപ്പെടുത്തിയാൽ ഉപയോഗശൂന്യമായ വരുമാനം കുറയാനും സാധ്യതയുണ്ട്. വ്യവസായങ്ങൾ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്കുള്ള പ്രോത്സാഹനങ്ങളിലൂടെ തൊഴിൽ മേഖലയും ബജറ്റ് തീരുമാനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഇതിലൂടെ പുതിയ നിയമനങ്ങളും ശമ്പള വർധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം PPF, NPS, SSY, സ്ഥിര നിക്ഷേപങ്ങൾ തുടങ്ങിയ ജനപ്രിയ ലാഭ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ബജറ്റിൽ പലപ്പോഴും പുനഃസംവിധാനം ചെയ്യപ്പെടുന്നു. പലിശ നിരക്കുകളിലെ മാറ്റങ്ങൾ, സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവുകൾ, NPSനുള്ള അധിക ആനുകൂല്യങ്ങൾ എന്നിവ ജനങ്ങളെ കൂടുതൽ സമ്പാദ്യത്തിലേക്ക് പ്രേരിപ്പിക്കും. ബജറ്റ് പ്രഖ്യാപനങ്ങൾ മൂലധന വിപണികളിലും ശക്തമായ പ്രതികരണം സൃഷ്ടിക്കുന്നു. ഇത് ചില്ലറ നിക്ഷേപകരെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ പദ്ധതികൾ എന്നിവയ്ക്കുള്ള സർക്കാർ പ്രോത്സാഹനങ്ങൾ മധ്യവർഗ കുടുംബങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ആസൂത്രണത്തിന് സഹായകമാകും. അതേസമയം കേന്ദ്ര ബജറ്റിന് ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിത ചെലവുകളെയും ബാധിക്കാനുള്ള ശക്തിയുണ്ട്. കസ്റ്റംസ് തീരുവയിലെയും സബ്സിഡികളിലെയും മാറ്റങ്ങൾ നിത്യോപയോഗ വസ്തുക്കളുടെ വിലയിൽ മാറ്റങ്ങൾ വരുത്തും. ഇറക്കുമതി തീരുവ കുറച്ചാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉപഭോക്തൃ വസ്തുക്കളുടെയും വില കുറയാം. മറിച്ച് തീരുവ വർദ്ധിപ്പിക്കുകയോ സബ്സിഡി കുറയ്ക്കുകയോ ചെയ്താൽ ഇന്ധനം, ഭക്ഷ്യവസ്തുക്കൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുടെ വില ഉയരും. MSP വർധനയും ഭക്ഷ്യസുരക്ഷാ പദ്ധതികളിലേക്കുള്ള ചെലവുകളും കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, ഭവന നിർമ്മാണം എന്നിവയ്ക്കുള്ള സർക്കാർ ചെലവുകൾ, വാടക നിരക്കുകൾ, നഗരയാത്രാ സൗകര്യം, പൊതുവായ ജീവിത നിലവാരം എന്നിവയെ ബാധിക്കുന്നു. ഒരു സാധാരണ പൗരന്റെ കാഴ്ചപ്പാടിൽ ശമ്പളം എത്ര കാലം മതി, ഭാവിക്കായി എത്രമാത്രം ലാഭിക്കാൻ കഴിയും, ജീവിത ചെലവ് എത്രത്തോളം വർദ്ധിക്കുന്നു എന്നിവയെല്ലാം യൂണിയൻ ബജറ്റാണ് നിർണ്ണയിക്കുന്നത്. നികുതി ഇളവുകളിലൂടെയോ ക്ഷേമ പദ്ധതികളിലൂടെയോ സാമ്പത്തിക വളർച്ചയിലൂടെയോ സർക്കാർ ഏത് ദിശയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ക്ഷേമത്തെ ആകെ രൂപപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.